ഞാൻ ഇന്നിതാ വീണ്ടും ലൈവിലെത്തിയിരിക്കുന്നു. 10-ാം ദിവസം. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ 1 മണിക്കൂർ ലൈവ് എടുത്തിരുന്നു. ഇന്നലത്തെ എൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളാണ്, അനുഭവങ്ങളാണ്, കാഴ്ചകളാണ് ഞാൻ വിശദീകരിച്ചിരുന്നത്. ഇന്നലെ ഞാൻ കുറച്ചുകൂടി ഊർജമുള്ള ഒരാളായിരുന്നു. ഒരു ദിവസത്തിലെ പൂർണ്ണ സമയവും ഒരു മനുഷ്യന് ഒരേ ഊർജമല്ല, ഒരേ സന്തോഷമല്ല. അത് പല സമയത്തും പല സന്തോഷമായിരിക്കും. നമ്മൾ സിനിമയ്ക്ക് പോകുന്നു, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം അത് ലയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സന്തോഷത്തിലാണെന്ന് പറയാം. അതിൽ ലയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അത്ര സന്തോഷത്തിലല്ല എന്ന് പറയേണ്ടി വരും. മനസ്സിലാക്കുക. അപ്പോൾ ചിലപ്പോൾ ഉണരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷയിലേക്കായിരിക്കും, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ ഓർത്ത്. അപ്പോൾ നമ്മൾ സന്തോഷവാനായിരിക്കും. പക്ഷേ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുകയും അത് നടക്കാതെ വരികയും ചെയ്യുമ്പോൾ നമ്മൾ നിരാശയിലാകുന്നു. അപ്പോൾ നിരാശ, സന്തോഷം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ദിവസത്തിലും മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ചില പറയില്ലേ, മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം എന്നൊക്കെ. അപ്പോൾ ബാക്കി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം, അല്ലേ? നമ്മുടെ സൂര്യൻ നോക്കിയാൽ അതിങ്ങനെ ഉദിക്കുന്നു, ഉച്ചയാകുന്നു, അസ്തമിക്കുന്നു, വീണ്ടും ഉദിക്കുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറയാൻ പറ്റില്ല. ഓരോ ദിവസവും ഓരോ സുഖവും സന്തോഷവുമാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ 1 മണിക്കൂർ ലൈവ് ഇട്ടു. അപ്പോൾ എനിക്ക് കൂടുതൽ ഊർജവും കൂടുതൽ ആഹ്ലാദവും കൂടുതൽ പ്രതീക്ഷയും എന്നിലുണ്ടായി. ആ പ്രതീക്ഷയെ തുടർന്ന് ഞാൻ ഇന്നലെ പല ആളുകളുടെയും പ്രൊഫൈലിലേക്ക് എൻ്റെ ലൈവ് ഞാൻ അയച്ചു കൊടുത്തു, സെൻഡ് ചെയ്തു. കുറേ പേരുടെ എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ 4300 മറ്റോ സുഹൃത്തുക്കളുണ്ട്. വേണമെങ്കിൽ എനിക്ക് അവർ ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ പ്രൊഫൈലിലേക്ക് അയച്ചു കൊടുക്കുന്നതിന് ബ്ലോക്ക് ചെയ്യാത്തവർക്കൊക്കെ എനിക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. 4300 പേർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ല, കാര്യമല്ല. മാത്രമല്ല അവരൊക്കെ ആരാണെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് പേരെയൊക്കെ അതിൽ പരിചയമുള്ളൂ, എൻ്റെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പരിചയമുള്ളവരെ ഒക്കെ ആയിട്ടുള്ള കുറച്ച് പേരെ എൻ്റെ ഫേസ്ബുക്കിലുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അജ്ഞാതരാണ്. അതിൽ തമിഴന്മാരുണ്ടാവും, ബംഗാളികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതായത് അത്ര സെലക്ട് ചെയ്തിട്ടല്ല ഞാൻ അവരെയൊന്നും ചേർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ 4300 പേരൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ സെലക്ട് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ കൂടിയാൽ ഒരു 100, 150, 200, 300 ഒക്കെ പേരിൽ വിട്ട് എനിക്ക് ഫ്രണ്ട്സ് ചേർക്കാൻ കഴിയില്ല. മുഖപരിചയമുള്ളവരെ, പരിചയമുള്ളവരെ, അറിവുള്ളവരെ ആണ് ചേർക്കുന്നതെങ്കിൽ. അപ്പോൾ ഞാൻ അറിവില്ലാത്തവരൊക്കെ ചേർത്തിരിക്കുകയാണ്. ഇനി അവരൊക്കെ കളയണം, വേണമെങ്കിൽ കളയണം. അത് 5000 തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിവില്ലാത്തവരൊക്കെ കളഞ്ഞ് ആരെങ്കിലും അറിവുള്ളവർ വരുന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പോൾ എനിക്കൊരു കാര്യം ഞാൻ കാണുന്നത്, എന്നെ ഫ്രണ്ട്സ് ആക്കാൻ വേണ്ടി റിക്വസ്റ്റ് പലരും അയക്കുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് എന്ന് എനിക്കറിയില്ല. എൻ്റെ ലൈവ് കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ വളരെ സജീവമായിട്ടുള്ളത് കൊണ്ടാണോ? പിന്നെയും വേറെ പ്രശ്നങ്ങളുണ്ട്. ഈ സ്വവർഗവരുതിക്കാർ അവരൊക്കെ ഈ ഫേസ്ബുക്കിലൂടെ വന്ന് നമ്മളെ ശല്യം ചെയ്യുക പതിവാണ്. അങ്ങനെ ഒരു വർഗമുണ്ട്, സ്വവർഗരതിക്കാർ, സെക്സ് സംബന്ധമായിട്ടുള്ള ആളുകൾ. അവരൊക്കെ നമ്മളെ ശല്യപ്പെടുത്തും. അവരൊക്കെ നമുക്ക് ഗുഡ് മോർണിംഗ് അയക്കും. നമ്മൾ തിരിച്ച് അവരെ അന്വേഷിക്കുമ്പോൾ ആണ്, അവരുടെ പ്രൊഫൈൽ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുക അവർ തമിഴന്മാരാണ് അല്ലെങ്കിൽ സ്വവർഗരതിക്കാരാണ്. അങ്ങനെ പല ശല്യങ്ങളും ഈ ഫേസ്ബുക്കിലുണ്ട്. അതെല്ലാവർക്കും അനുഭവപ്പെടുന്ന കാര്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലത്തെ ഞാൻ വളരെ വിശദമായി, ഇന്നലെ ഞാൻ വളരെ ഉഷാറോടുകൂടിയാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ലത്തീം പള്ളിയിൽ പോയി, കുരിശുപള്ളിയിൽ പോയി, ലൂർദ് പള്ളിയിൽ പോയി, പുത്തമ്പള്ളിയിൽ പോയി, പിന്നെ സാഹിത്യ അക്കാദമിയിൽ പോയി. ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ, എനിക്ക് കിട്ടിയ അറിവുകളൊക്കെ ഞാൻ ഒരു ഭിക്ഷക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ യാചകനായിട്ടുള്ള ഒരാളെ കണ്ടു, അയാളെ ഒരു ഇൻ്റർവ്യൂ നടത്തി. അതൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ.
ഇന്നലെ വൈകുന്നേരം വരെ വന്ന് അതൊക്കെ പലതും ചേർത്തു. പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ്, സത്യത്തിൽ എൻ്റെ ലക്ഷ്യം എന്താണ്? ഒരു മനുഷ്യന് ഒരു കാലെടുത്ത് വെക്കണമെങ്കിൽ അവനൊരു ലക്ഷ്യം വേണം. തീർച്ചയായും ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. മനസ്സിലാക്കുക. അപ്പം ഞാൻ ലക്ഷ്യം വേണം. അപ്പം എൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ തന്നെ എന്നോട് ചോദിക്കുകയാണ്. കുറേ കേൾവിക്കാരെ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് കാണുന്ന കുറേ ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണോ എൻ്റെ ലക്ഷ്യം? എൻ്റെ ലൈവ് കാണുന്ന കുറേ ആളുകളെ സൃഷ്ടിക്കുക, അതൊരു ലക്ഷ്യം, അതായത് അതൊരു ലക്ഷ്യം തന്നെയാണ്. കാരണം അങ്ങനെ ആരെയും എനിക്ക് കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആരും അത് കാണുന്നില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഞാനിങ്ങനെ 7 മണിക്ക് വന്ന് ലൈവ് ഇടേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അതൊരു ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണല്ലോ ഞാൻ ഓരോരുത്തരുടെയും പ്രൊഫൈലിലേക്ക് എൻ്റെ ഈ ലൈവ് ഇട്ടുകൊടുത്തത്. മനസ്സിലായി? കുറേ ആളുകൾക്ക് ഇന്നലെ ഇട്ടുകൊടുത്തു. ഞാൻ ഇടയ്ക്ക് വിചാരിക്കുന്നതൊന്നും വേണ്ട, ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കണ്ട, എന്തിനാ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കും. പിന്നെ എനിക്ക് അല്ല നന്നായിട്ടുണ്ട്, എൻ്റെ യൂട്യൂബ് എൻ്റെ ലൈവ് നന്നായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുമ്പോൾ ഞാൻ കുറച്ച് പേർക്കൊക്കെ അയച്ചു കൊടുക്കും. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ വ്യൂസ് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് 500 പേരൊക്കെയാണ് വ്യൂസ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ ഇന്നലത്തെ എൻ്റെ ലൈവ് നന്നായിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് പേരധികം എൻ്റെ ലൈവ് എനിക്ക് വ്യൂസ് കൂടും എന്നൊക്കെ ധരിച്ചു. കൂടിയിട്ടുണ്ടെന്ന് എനിക്കെന്ന് തോന്നുന്നില്ല, എനിക്ക് മുഴുവൻ അറിയില്ല. അപ്പോൾ സത്യത്തിൽ നമ്മൾ ആ കാര്യത്തിൽ എനിക്ക് നിരാശ അനുഭവപ്പെടുകയാണ്. ഇന്ന് 10 ദിവസമായി. ഇത് എത്ര പേര് കാണുന്നുണ്ടാകും? എത്ര പേര് എന്താ അഭിപ്രായം പറയുന്നുണ്ടാകും? എനിക്ക് വട്ടാണെന്ന് പറയുന്നവരുണ്ടാകുമോ? അല്ലെങ്കിൽ അത് നന്നായിട്ടുണ്ട് കേട്ടോ, നെൽസൻ്റെ ലൈവ് നന്നായിട്ടുണ്ട് അങ്ങനെ പറയുന്ന എത്ര പേരുണ്ടാകും? അല്ലെങ്കിൽ അത് ഒരു അഭിപ്രായവും പറയാത്ത എത്ര പേരുണ്ടാകും? മനസ്സിലായോ? അപ്പം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഒരാളെങ്കിലും കൂടും ഇന്ന് ലൈവ് കാണാൻ എന്ന് നമ്മൾ ആഗ്രഹിക്കും, പ്രതീക്ഷിക്കും. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ അസ്ഥാനത്താകുമ്പോൾ നമുക്ക് നിരാശ അനുഭവപ്പെടും, അല്ലേ? നിരാശ അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരുടെയും മനസ്സ്. അങ്ങനെയാണ് മനസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ നിരാശയും സന്തോഷവും ആഘോഷവും ആഹ്ലാദവും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ് മനസ്സ്. ഇന്നലെ ഞാൻ പുറത്തു പോയത് എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്കാണ്. പേരമംഗലത്താണ് എൻ്റെ പെങ്ങളുടെ വീട്. റീത്ത എന്നാണ് പേര്. അവർ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ജയ് ആയിരുന്നു. പിന്നെ എൻ്റെ അളിയൻ വില്ലേജ് ഓഫീസറായിരുന്നു. അവരൊക്കെ പെൻഷൻ പറ്റി. പെങ്ങൾക്ക് 70ഓളം വയസ്സായി, അളിയനും അതിനടുത്ത വയസ്സായി. അവർക്ക് 1 ലക്ഷത്തിലധികം രൂപ പെൻഷൻ കിട്ടും 2 പേർക്ക് കൂടി. അതുകൊണ്ട് അവർ ജീവിക്കുന്നു. പെങ്ങൾ കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കുടുംബത്തിൽ മകനെ പ്രതിയൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. വലിയ നിരാശയും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പെങ്ങളുടെ അഭിപ്രായത്തിൽ പെങ്ങൾ അനുഭവിച്ചിട്ടുള്ള ദുഃഖം ലോകത്ത് ആരും അനുഭവിക്കാത്ത ദുഃഖം അനുഭവിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നൊരു പെങ്ങളാണ്. ഇപ്പോൾ ആ പെങ്ങൾ വലിയ ദൈവഭക്തിയുള്ള പെങ്ങളാണ്. പെങ്ങൾ വലിയ ദൈവഭക്തിയാണ്. ഇപ്പോൾ എൻ്റെ അമ്മ അവിടെയാണ് നിൽക്കുന്നത്. ചികിത്സയ്ക്ക് വേണ്ടി സൗകര്യത്തിനും ഒക്കെ ആയിട്ടും പെങ്ങൾ നിർബന്ധമായി വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ട് പെങ്ങളുടെ വീട്ടിലാണ് എൻ്റെ അമ്മ നിൽക്കുന്നത്. അപ്പോൾ ഈ പെങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൊന്ത കെട്ടുക, ദൈവത്തിൻ്റെതായ കൊന്ത കെട്ടുക. പലതരത്തിലുള്ള കൊന്തകളും അല്ലെങ്കിൽ ബ്രേസ്ലെറ്റുകളും അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ സ്വന്തമായിട്ട് കലാപരമായിട്ട് കെട്ടിയുണ്ടാക്കുക, അതിൽ ഹരം കൊണ്ട് നിൽക്കുക. വളരെ ഭംഗിയുള്ളതാണ് ആ സാധനങ്ങൾ കേട്ടോ, വളരെ ഭംഗിയുള്ള കൊന്തകളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു അത് ഒരു ഗിന്നസ് ബുക്കിൽ വരാൻ പോലും ശേഷിയുള്ള അത്രയ്ക്ക് മനോഹരമായി കൊന്തകളൊക്കെ കെട്ടുന്ന, സ്വന്തമായിട്ട് കെട്ടുക, അത് പണിക്കാരെയൊക്കെ ഏർപ്പാടൊക്കെ ചെയ്ത് കെട്ടി അത് ബിസിനസ് പോലെ ഒക്കെ ചെയ്ത്, ബിസിനസ് എന്നല്ല, ആളുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ആൾക്ക് കാശ് കിട്ടുന്നു, ലാഭം കിട്ടുന്നൊന്നുമില്ല. ആളൊരു ഷോപ്പൊക്കെ പേരമംഗലത്ത് ഇട്ടിട്ടുണ്ട്, കൊന്തയുടെ ഒരു ചെറിയ കടയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ കൊന്ത അല്ലെങ്കിൽ പള്ളിയുടെ രൂപങ്ങൾ, ബൈബിള്, അങ്ങനെ അതുമാതിരിയുള്ള കുറേ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട. അപ്പം ഞാൻ ഇന്നലെ ഒരു 11 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി. വഴിയൊക്കെ വളരെ മോശമാണ്, പേരമംഗലത്തേക്ക് പോകുന്ന വഴിയൊക്കെ വളരെ മോശമാണ്. അവിടെ ബുദ്ധിമുട്ടി എന്ന് പറയാം, വഴി മോശമായതുകൊണ്ട്. അവിടെ എത്തി നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ചു. അവിടെ അവരുടെ മകള്, ബാംഗ്ലൂരിലുള്ള മകള് വന്നിട്ടുണ്ട്.
പിന്നെ ഒരു അമ്മായിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൻ്റെ പെങ്ങളെ. അപ്പൻ്റെ പെങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആ അപ്പൻ്റെ പെങ്ങളും അവിടെ വന്നിട്ടുണ്ട്. വേറെ ആരും ഉണ്ടായിരുന്നില്ല, എൻ്റെ അമ്മയും ഇത്രയൊക്കെ പേരേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു ബിരിയാണി എൻ്റെ പെങ്ങള് റീത്ത തയ്യാറാക്കിയിരുന്നു. അതൊക്കെ കഴിച്ചു. അവിടെ കുറേ നേരം സംസാരിച്ചു, അമ്മായിയായിട്ടൊക്കെ സംസാരിച്ചു. അപ്പം അമ്മായിയുടെ കഥ എന്ന് പറഞ്ഞാൽ, അപ്പൻ്റെ പെങ്ങളാണ്, കുരീശ്രയാണ് വീട്, റോസി എന്നാണ് പേര്. റോസിക്ക് ഒരു മകനാണുള്ളത്. അവൻ ഇപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു കുടുംബമായിട്ട്. അവന് 10-60 വയസ്സായിട്ടുണ്ട്, എൻ്റെയൊക്കെ പ്രായം തന്നെയാണ്. ഈ എന്ന് പറയുന്നത് ഒരു കോടീശ്വരത്തിയാണ്. പക്ഷേ അമ്മായിയുടെ അടുത്ത് ഒരു മക്കളുമില്ല. 4-5-6 പെൺമക്കളുണ്ട്, ഒരു മകനുമുണ്ട്. ഈ മക്കനും ഈ പെൺമക്കളും ഒക്കെ വളരെ വഴക്കിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ആംഗ്ലയേ ഉള്ളൂ, ആ ആംഗ്ലയായിട്ട് ഈ പെങ്ങന്മാരൊക്കെ വഴക്കിലാണ്. അമ്മായി എന്നോട് പറഞ്ഞത് 2 പെങ്ങന്മാർക്ക് 500 കോടിയുടെ സ്വത്തുണ്ടെന്നാണ് പറഞ്ഞത്. 2 പെങ്ങന്മാർക്ക് 500 കോടിയുടെ സ്വത്തുണ്ടെന്നാണ് പറഞ്ഞത്. അല്ല, മക്കൾക്ക്, പെങ്ങന്മാർക്ക് എന്ന് പറഞ്ഞാൽ പെൺമക്കൾക്ക്. മറ്റുള്ളവർക്കും വലിയ സ്വത്തുള്ളവരാണ്, എല്ലാവരും ധനികരാണ്. ചുങ്കത്തിൻ്റെ മോളെയാണ് ഒരു മകളുടെ മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. ചുങ്കത്തിൻ്റെ മോണ എന്ന് പറഞ്ഞു. ചുങ്കത്ത് വലിയൊരു ജ്വല്ലറിക്കാരനാണെന്ന് തോന്നുന്നു. എനിക്കത്ര ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ചുങ്കത്താരാണെന്ന്. കോടീശ്വരനായിരിക്കാം. വലിയ ചുങ്കത്ത് എന്നുള്ളത് വളരെ കേട്ട് പരിചയമുള്ള ഒരു ഇതാണ്. അയാളുടെ മകനാണ്, മകളെയാണ് ഒരു മകളുടെ, ഈ അമ്മായിയുടെ, എൻ്റെ അപ്പൻ്റെ പെങ്ങളായ അമ്മായിയുടെ ഒരു മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഏക മകനാണ്. അവന് 6 കൊല്ലം കഴിഞ്ഞു, കുട്ടികളൊന്നുമില്ല. 500 കോടിയുടെ സ്വത്തുണ്ടെന്നാണ് അമ്മായി പറയുന്നത്. അത് കുറേയൊക്കെ ശരിയായി. 500 ഇല്ലെങ്കിലും വേണമെങ്കിൽ ഒരു 100-150 കോടിയുടെ സ്വത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അയാൾ ഷെയർ മാർക്കറ്റ് ഗൾഫിൽ വെച്ച് നടത്തി വലിയ പണമുണ്ടാക്കി തിരിച്ചു വന്ന ആളാണ്. എൻ്റെ ചെറുപ്പത്തിലെ തന്നെ അയാൾ വലിയ സ്വിമ്മിംഗ് പൂളുള്ള 1.5 ഏക്കറിൽ 5500 മറ്റോ സ്ക്വയർ ഫീറ്റുള്ള വീട് പണിതിട്ടുള്ള ആളാണ്. അയാൾക്ക് കുരിയച്ചിറയിൽ ഒരു കല്യാണ മണ്ഡപമുണ്ട്, വലിയൊരു കല്യാണ മണ്ഡപമുണ്ട്. എനിക്ക് തോന്നുന്നു 10,000-2000 പേർക്കൊക്കെ 3 കല്യാണം നടത്താവുന്ന ഒരു കല്യാണ മണ്ഡപമുണ്ട്. പിന്നെ ഒരുപാട് ഭൂസ്വത്തുണ്ട്. വീടാണെങ്കിൽ 1.5 ഏക്കറിൽ ഒരു കൊട്ടാരമാണ്. വീട്ടിൽ വാച്ച്മാനൊക്കെ ഉണ്ട്. അങ്ങനെ വലിയൊരു പൈസക്കാരിയാണ് അത്. പക്ഷേ അവർക്ക് ഒരു മകനേ ഉള്ളൂ, ആ മകന് കുട്ടികളും ഇല്ല. അങ്ങനെയാണ് ആ കഥ. എന്നാൽ ഒരേ ഒരു ആംഗ്ലയേ ഉള്ളൂ. ഈ ആംഗ്ലയായിട്ട് ഇവരൊക്കെ വഴക്കുമാണ്. കല്യാണത്തിന് പോലും ആംഗ്ലയുടെ മകൻ്റെ കല്യാണത്തിന് പോലും ഇവർ പലരും വന്നില്ല. ഈ കല്യാണ മണ്ഡപത്തിലല്ല അവർ കല്യാണം നടത്തിയത്. നെഹ്റു നഗറിലുള്ള ഒരു ചെറിയ ഹാളിലാണ് അവൻ കല്യാണം നടത്തിയത്. ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ട്, മകളുടെ കല്യാണത്തിന്. അപ്പോൾ അവരൊക്കെ വലിയ കോടീശ്വരന്മാരാണ്, മനസ്സിലാക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഈ കോടീശ്വരന്മാരുടെ കഥയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ എന്ത് കോടി ഉണ്ടായിട്ട് എന്താ കാര്യം? സന്തോഷമില്ലെങ്കിൽ കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഈ 500 കോടിയുടെ സ്വത്തുണ്ടെന്ന് പറയുന്ന ഈ മനുഷ്യന്, ഈ അമ്മായിയുടെ മകൾക്ക്, സെൽവി എന്നാണെന്ന് തോന്നുന്നു, സെൽവിന്നോ മറ്റോ എന്താണ് അവിടെ മകളുടെ പേരെന്ന് തോന്നുന്നു, എനിക്കത്ര അറിയില്ല. അമ്മായിയുടെ മോളാണെങ്കിലും ഞാനിതൊന്നും പേരുകളൊന്നും ഓർമ്മ വെച്ചിട്ടില്ല. നമുക്കിതിലൊക്കെ എന്താ കാര്യം? 500 കോടിയുടെ സ്വത്തുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യമില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. എനിക്കിപ്പോൾ മറ്റൊരാളുടെ കോടിയാണെന്ന് കേട്ടിട്ട് അത്ര സങ്കടമോ അസൂയോ അല്ലെങ്കിൽ അമർഷോ പ്രതിഷേധമോ പ്രതികാരമോ ഇതൊന്നും തോന്നുന്നില്ല. കോടികളെ കൊണ്ടൊന്നും ഒരു കാര്യമുള്ളതായിട്ട് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നില്ല. അങ്ങനെയാണ് എൻ്റെ മനസ്സ്. അപ്പോൾ ഇതൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കുട്ടികളും ഇല്ലാത്ത ഈ മോന് വേണ്ടി കെട്ടിപ്പിടിച്ച് 1 രൂപ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് നോക്കി എല്ലാവരും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ നടക്കാൻ പോയപ്പോൾ വെറുതെ ഈ കോടീശ്വരൻ്റെ കല്യാണ മണ്ഡപം എന്താണ് പേരെന്നല്ലേ, ഇംഗ്ലീഷിലാണ് പേര് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് എനിക്ക് വായിക്കാൻ അറിയാത്ത കാരണം, അതിൽ മലയാളം എഴുതാത്ത കാരണം ആ കല്യാണ മണ്ഡപത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അവിടെ തൃശ്ശൂർ കുരിയച്ചിറ റോഡ് സൈഡിൽ തന്നെയാണ്, നല്ലൊരു സെൻറ്ററിലാണ്. 35 സെൻറ്റ് സ്ഥലത്തിലാണ് നിൽക്കുന്നതെന്നാണ് അമ്മായി പറഞ്ഞത്. അമ്മായിയാണ് അത്ര സ്ഥലം വാങ്ങിച്ചു കൊടുത്തത്. അന്ന് 1,00,000 രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോൾ അവിടെ ഒരു 15-20 ലക്ഷം രൂപ സെൻറ്റിന് വില വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു കോടീശ്വരൻ തന്നെയാണ് അയാൾ, സംശയമൊന്നുമില്ല. അപ്പം ഞാൻ വെറുതെ ഒരു കുശലാന്വേഷണത്തിന് വേണ്ടി ഈ അടുത്ത ദിവസം നടക്കാൻ പോയപ്പോൾ
അവിടെ വാച്ച്മാനുണ്ട് ഈ കല്യാണ മണ്ഡപത്തിൽ. ഞാൻ വാച്ച്മാനോട് ചോദിച്ചു, എനിക്ക് ഇവിടെ ഒരു കല്യാണം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞു, നുണ പറഞ്ഞതാണ് അയാളോട്, അല്ലാണ്ട് എനിക്ക് കല്യാണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചാർജ്, എത്ര കാശ് വരും? അപ്പോൾ വാച്ച്മാൻ പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ ഒരു ഫോൺ ചെയ്ത് ചോദിച്ചു, ഇത് ആ ഫോൺ നമ്പർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതെടുത്ത് വിളിച്ച് ചോദിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചു, ഫോൺ നമ്പർ എടുത്തു, ഒന്ന് വിളിച്ച് പിറ്റേ ദിവസമാണോ അത് കാലത്താണെന്ന് അറിയില്ല, ആൾ തിരിച്ചു വിളിച്ചു. ഞാൻ ഫോൺ എടുത്തില്ല, എനിക്കെന്തിനാ അത് അറിയേണ്ട കാര്യം, അതറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ ഒരു കുശലാന്വേഷണം നടത്തിയതാണ്. അപ്പോൾ ഞാനിവിടെ ഇന്നലെ അമ്മായിയുമായിട്ട് കുറേ നേരം സംസാരിച്ചു. ഇങ്ങനെ അമ്മായിയുടെ മക്കളുടെ കോടീശ്വരന്മാരായുള്ള കഥകളൊക്കെ പറഞ്ഞു. അമ്മായിക്ക് അമ്മായിയുടെ ഒരു അനിയത്തിയുടെ മോൻ വളരെ പാവപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരു മോനൊക്കെ ഉണ്ട്. ആ കഥകളൊന്നും അമ്മായി പറയില്ല. അതിൽ മോശം ആളുകളുടെ ഒന്നും കഥ പറയില്ല. ഈ 500 കോടി സ്വത്തുള്ളവരുടെ കഥകളൊക്കെ അമ്മായി ഇങ്ങനെ വീമ്പിളക്കി പറയും. എല്ലാവർക്കും ഒരു അഹങ്കാരവും അഭിമാനവുമാണ് വലിയ ലക്ഷ്യം. എൻ്റെ മോള് പൈലറ്റാണ് എന്ന് പറയാൻ വലിയ സന്തോഷമായിരിക്കും, വലിയ അഭിമാനമായിരിക്കും. പക്ഷേ എൻ്റെ മോൾ ഒരു ഗതിയില്ലാത്ത ഒരു മോനുണ്ട്. ആ മോൻ പച്ചമീൻ വിൽക്കുന്നവനാണ്, സൈക്കിളിൽ പച്ചമീൻ വിൽക്കുന്നവനാണെങ്കിൽ ആ കഥ പറയുകയുമില്ല. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്, ഇങ്ങനെ വീമ്പ് പറയും. മനസ്സിലാക്കുക. ഇപ്പം ഞാനിവിടെ വീമ്പ് പറഞ്ഞല്ല, എന്നോട് കേട്ടൊരു കാര്യം പറഞ്ഞാണ്. എനിക്കിപ്പോൾ എൻ്റെ അമ്മായിയുടെ മോൻ 500 കോടി സ്വത്തുള്ളവരാണെന്ന് പറയാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പൈസ ഉണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ അതൊക്കെ മൂടി വയ്ക്കുക, എന്താ ഇതിൻ്റെ ആവശ്യം? അല്ലെങ്കിൽ വിളിച്ചു പറയുക, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ 2 കോടി ബാങ്കിലുണ്ടെന്ന് വിളിച്ചു പറയുന്നതെന്ന് ചോദിക്കും. അത് വിളിച്ചു പറയുന്നതെന്ന് പറഞ്ഞാൽ എന്നെ സമൂഹം ഒന്നും അംഗീകരിക്കുന്നില്ല. മനസ്സിലായോ? ഞാൻ ധനികനാണെന്ന് കരുതി എന്നെ ആരും അംഗീകരിക്കുന്നില്ല. ഞാനിങ്ങനെ ഒരു തോന്നിവാസമായിട്ട് പോസ്റ്റും പതിച്ച് നടന്നിരുന്ന ഒരു കൊള്ളരുതാത്തവൻ, അങ്ങനെ സമൂഹത്തിനിടയിൽ കാണുള്ളൂ. കാരണം ഞാനൊരു ദൈവഭക്തനല്ല. അപ്പോൾ ഇതിനൊക്കെ ഈ സമൂഹത്തിൽ കുറേ മറകളൊക്കെ നമ്മൾ വെക്കണം, കുറേ അഭിനയങ്ങളൊക്കെ നടത്തണം. അവനാണ് സമൂഹത്തിൽ വിലയുള്ളത്. കുറേ കാര്യങ്ങളൊക്കെ മൂടി വെക്കണം. ഞാൻ ഒന്നും മൂടി വെക്കുന്ന ക്യാരക്ടറുള്ള ആളല്ല. ഞാൻ എൻ്റെ വീഡിയോകളൊക്കെ ഇപ്പോൾ 10 ദിവസത്തെ ലൈവ് കണ്ടാൽ തന്നെ എൻ്റെ തുറന്നു പറച്ചിലുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവരൊക്കെ എന്നെ മോശക്കാരനായിട്ടാണ് കാണുക. അപ്പോൾ ഈ സമൂഹത്തിൽ ഞാൻ എല്ലാ അർത്ഥത്തിലും സമൂഹം എന്നെ മോശക്കാരൻ, ഞാൻ അതുകൊണ്ടൊന്നും വിഷമിക്കുന്ന ആളല്ല. സമൂഹം എന്നെ എങ്ങനെ കാണുന്നു എന്നൊന്നും എനിക്ക് പ്രശ്നമല്ല. കാരണം ഞാൻ സമൂഹത്തെ അവഗണിച്ച് വെല്ലുവിളിച്ച് ജീവിക്കുന്ന ആളാണ്. സമൂഹം എൻ്റെ ശത്രുവാണെന്ന് പറയുന്ന ആളാണ് ഞാൻ. മനസ്സിലായോ? എൻ്റെ ഉള്ളിൽ ചെറുപ്പം മുതലേ ഞാൻ സമൂഹത്തെ അവഗണിക്കുകയും വെല്ലുവിളിക്കുകയും ശത്രുവായിട്ട് കാണുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് എനിക്ക് സമൂഹം എന്നെ വിഷമിപ്പിക്കുന്നു എന്ന വിഷയത്തിലൊന്നും എനിക്ക് വിഷമം തട്ടുകയില്ല. പക്ഷെ എൻ്റെ പ്രതീക്ഷകൾ തകരുമ്പോൾ വെറുതെ ഞാൻ ഒരു പ്രതീക്ഷയൊക്കെ വയ്ക്കുന്നുണ്ട്. എനിക്ക് ലൈവ് ഇടുമ്പോൾ 10 ആൾ കാണും, അത് 4 ദിവസം കഴിയുമ്പോൾ കൂടും. ഇതൊക്കെ വെറുതെ എൻ്റെ സ്വപ്നങ്ങളാണ്. ഇതിലൊരു അർത്ഥമില്ല. ഇത് നിങ്ങൾ കണ്ടിട്ട് ഞാനിപ്പോൾ വലിയൊരു യൂട്യൂബർ ആവാൻ പോകുന്നില്ല. എന്നെ കാണുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യത്തിന് ഉത്സാഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് എത്താണ്ടാവുമ്പോൾ നമുക്ക് നിരാശയുണ്ടാവും. മനസ്സിലായോ? ഇപ്പം ഞാൻ ഇന്ന് നേരം വെളുത്തപ്പോൾ എന്തിനാ ഇപ്പോൾ ലൈവ് ഇടണേ, ഇതുകൊണ്ട് എന്താ കാര്യം എന്ന് നമുക്ക് ഒരു നിരാശ തോന്നും. പിന്നെ എനിക്ക് തോന്നും, എന്തായാലും അത് ചെയ്തു നോക്കുക. അതിന് പെട്ടെന്ന് ഒരു വരവ് ഉണ്ടാവില്ലല്ലോ. ഒരു കുട്ടിയെ നമ്മൾ എത്ര കാലം വളർത്തിയിട്ടാണ് ആ കുട്ടി ഒരു യുവാവായി വരുന്നത്, അല്ലേ? അപ്പോൾ അന്ന മാതിരി 10 ദിവസമായിട്ടുള്ളൂ, ഞാനിനി അത് നിർത്തണ്ട എന്ന് ഇപ്പോഴും കരുതിയാണ്. എനിക്ക് എന്ന് നിർത്തണം എന്ന് തോന്നുന്നു പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യമാണെന്ന് കണ്ടാൽ പിന്നെ ഞാൻ നിർത്തും. മനസ്സിലായോ? അപ്പം ഞാനിങ്ങനെ അമ്മായിയുടെ അടുത്ത് പോയി, പെങ്ങളുടെ അടുത്ത് പോയി അവിടെ ഊണൊക്കെ കഴിച്ചു. അവിടെ സന്തോഷമായിട്ടൊക്കെ വളരെ വർത്തമാനമൊക്കെ പറഞ്ഞു തിരിച്ചു പോന്നു. ഇന്നലെ എനിക്ക് വേറെ പ്രത്യേക അനുഭവങ്ങളൊന്നുമില്ല. കാരണം വേറെ സ്ഥലങ്ങളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. മിനിഞ്ഞാന്നുണ്ടായതുപോലുള്ള അനുഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അനുഭവങ്ങളൊന്നും എനിക്ക് പറയാനില്ല. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ സത്യസന്ധനായിട്ട് ജീവിക്കുക, അതൊരു മനുഷ്യന് ഏറ്റവും നല്ല കാര്യമാണ്. ഇപ്പോൾ നല്ല മനുഷ്യരാണ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരാണ് യഥാർത്ഥത്തിൽ ഉള്ളതെങ്കിൽ ഞാൻ അവരുടെ പ്രൊഫൈലിലേക്ക് എൻ്റെ ലൈവ് അയച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലുള്ളവർക്ക് എൻ്റെ ലൈവ് അയച്ചു കൊടുക്കുമ്പോൾ അവർ നല്ല മനുഷ്യരാണെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ? അവരെനിക്കതിനൊരു മറുപടി തരണം.
നിൻ്റെ ലൈവ് ഞാൻ കണ്ടു, അതിൽ 10 മിനിറ്റ് ഞാൻ കണ്ടു, 1 മണിക്കൂറിൻ്റെ ലൈവാണ്, 10 മിനിറ്റ് കണ്ടു, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, അതിൽ ഇന്നെ മാരിയൊക്കെ നീ ഒരു മാറ്റം വരുത്താൻ നല്ലതാ. അങ്ങനെ ഒരു മറുപടി തരികയാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ ആരും അത് ചെയ്തില്ല. എനിക്ക് എൻ്റെ ജ്യേഷ്ഠൻ ജോർജ് എന്ന് പറഞ്ഞ ജ്യേഷ്ഠൻ്റെ മകൻ ഫെർണാണ്ടസ്, അവൻ മാത്രം മറുപടി തന്നു. അവൻ തന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ഈ ഹോട്ടലുകളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള കാര്യമാണ്, അത് നല്ല കാര്യമാണ്. അവൻ പറഞ്ഞു, അവിടെ അവൻ ഏതോ ഹോട്ടലിൽ ചെന്നപ്പോൾ വെള്ളപ്പാണ്ടുള്ള ഒരാൾ പൊറോട്ട അടിക്കുന്നത് കണ്ടു. അപ്പം അങ്ങനെ ഫിറ്റ്നസ് ഇല്ലാത്ത ആളുകളെ, യോഗ്യതയില്ലാത്ത ആളുകളെ ഹോട്ടലിൽ ജോലിക്കാരായിട്ട് നിർത്താൻ പാടില്ല, അതുകൊണ്ട് ആ നിയമം നല്ലതാണ് എന്നൊക്കെ എന്നെ അവൻ ഘോരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ ഒരു വാദിയെപ്പോലെ, തർക്കക്കാരനെ പോലെ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഈ ഒരു നിയമം ഉണ്ടായിട്ട് ഇവിടെ എത്ര നല്ല ഹോട്ടലുകൾ ഉണ്ടായി? ഒന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഹോട്ടലിലെ ജീവനക്കാരൊക്കെ നല്ലതുണ്ടായി? ഒന്നും ഉണ്ടായില്ല. കുറേ കൈക്കൂലി കൊടുക്കേണ്ട ഒരു ബാധ്യത ഈ ഹോട്ടൽ ഉടമകൾക്ക് ഉണ്ടായി എന്നല്ലാതെ ഒരു മാറ്റവും വന്നില്ല. ഇവിടെ ഇത് യൂറോപ്പൊന്നുമല്ല അങ്ങനെ മാറ്റം വരാൻ. ഈ ഹോട്ടലുകളൊക്കെ 5 സ്റ്റാർ ഹോട്ടലുകളായി മാറുമെന്നൊന്നും, അത്ര ശുദ്ധിയുള്ള ഹോട്ടലുകളായി മാറുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു നിയമം, ഞാൻ പറഞ്ഞു, ഒരു നിയമം എന്ന് പറയുന്നത് വ്യക്തിയെ ശിക്ഷിക്കാനുള്ളതാണ്, വ്യക്തിയെ രക്ഷിക്കാനുള്ളതല്ല. അത് സമൂഹത്തെ നിലനിർത്താൻ വേണ്ടിയാണ് നിയമം. അത് ശരി, അത് ഞാൻ അംഗീകരിച്ചു. പക്ഷേ ഏത് നിയമവും വ്യക്തിയെ ശിക്ഷിക്കാനുള്ളതാണ്. ഇപ്പോൾ ഹെൽമെറ്റ് വെക്കണമെന്ന് പറഞ്ഞു, അത് നമ്മൾ ശിക്ഷിക്കാനുള്ളതല്ലേ? നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വെക്കാനുള്ള അനുവാദമല്ലേ ശരിക്കും തരേണ്ടത്? എൻ്റെ തല എൻ്റെ അല്ലേ? എൻ്റെ തല പൊളിയുന്നത് കൊണ്ടോ ഞാൻ മരിക്കുന്നതുകൊണ്ടോ സർക്കാരിന് വല്ല ദോഷമുണ്ടോ? എൻ്റെ ജീവൻ ആരുടേതാണ് എന്ന് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയും, പക്ഷെ രാജ്യം സമ്മതിക്കുന്നില്ല. എന്തിനാ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രാജ്യം സമ്മതിക്കാതിരിക്കുന്നത്? ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ അവനെ ജയിലിൽ പിടിച്ചിടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ നിയമം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്ന് മുക്തനായിട്ടുണ്ട്. പക്ഷേ എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു കോടതിയെ സമീപിച്ചാൽ കോടതി സമ്മതിക്കുന്നില്ല. ഒരു ദയാവധത്തിന് കോടതി സമ്മതിക്കുന്നില്ല. ഞാൻ പറയുന്നത്, എനിക്ക് മരിക്കണമെന്ന് തോന്നിയാൽ സർക്കാർ എനിക്ക് അനുവാദം തരണം എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഭാഷ അതാണ്. അപ്പം മനുഷ്യൻ ജീവിക്കണത് സർക്കാരല്ല, സർക്കാരിൻ്റെ ആവശ്യമല്ല ആണോ? ഞാൻ ജീവിച്ചിരിക്കേണ്ടത് എൻ്റെ സർക്കാരിൻ്റെ ആവശ്യമാണോ? എൻ്റെ ഇന്ത്യ രാജ്യത്തിൻ്റെ ആവശ്യമാണോ? എൻ്റെ മതത്തിൻ്റെ ആവശ്യമാണോ? എൻ്റെ അധ്യാപകൻ്റെ ആവശ്യമാണോ? എൻ്റെ മാതാപിതാക്കളുടെ ആവശ്യമാണോ? അല്ല. ഞാൻ ജീവിച്ചിരിക്കേണ്ടത് യഥാർത്ഥത്തിൽ എൻ്റെ ആവശ്യമാണ്. അതാണ് ശരി, എൻ്റെ ആവശ്യമാണ്. എൻ്റെ തലയിൽ ഹെൽമെറ്റ് വെക്കണമെന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇടണമോ എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. പക്ഷെ സർക്കാർ കൊണ്ടുവരുന്നൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ തല പൊളിഞ്ഞ് ചത്ത കഴിഞ്ഞാൽ അവന് ഇൻഷുറൻസ് പൈസ കൊടുക്കണം. ആ ഇൻഷുറൻസ് പൈസ ഗവൺമെൻറ് കൊടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അവനെ കൊണ്ട് തലയിൽ ഹെൽമെറ്റ് വെപ്പിക്കുന്നത്. എന്ത് പ്രയോജനമുണ്ട് ഈ തലയിൽ ഹെൽമെറ്റ് വെപ്പിച്ചിട്ട്? അതിൻ്റെ സ്ട്രാപ്പ്, ഈ ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ചെറിയ നമ്മൾ വീഴുമ്പോൾ തന്നെ തെറിച്ചു പോകുന്നത് ഹെൽമെറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എത്ര പേര് ശ്രദ്ധയോടുകൂടി ഈ സ്ട്രാപ്പ് ഇടുന്നുണ്ട്, ഈ താടിയിൽ കെട്ട് ഉറപ്പിക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്? അത് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. എന്നെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് വലിയ ദേഷ്യമുള്ള കാര്യം ഹെൽമെറ്റ് വയ്ക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പം നിവൃത്തിയില്ലാണ്ടായി. ഇന്നലെ ഞാൻ പോയപ്പോൾ എൻ്റെ സുഹൃത്തിന് തൃശ്ശൂർ പോകേണ്ട ആളായിരുന്നു, ഡേവീസ് എന്ന് പറഞ്ഞ ആൾ. ഞാൻ ഇന്നലെ ഡേവീസിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഡേവീസിനെ എന്നല്ല, ഞാൻ ആരെയും ഒരു വ്യക്തിഹത്യ നടത്താനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞാൻ ചില സത്യങ്ങളൊക്കെ പറയാം. അയാൾ മദ്യപാനിയാണെങ്കിൽ ഞാൻ പറയും മദ്യപാനിയാണെന്ന്. അതുകൊണ്ട് അയാളുടെ മാനം അങ്ങോട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴൊന്നുമില്ല. അല്ലെങ്കിൽ അയാൾ ഇപ്പോൾ താമസിക്കുന്ന ഒരു തൊഴുത്തുമാരിയിലുള്ള ഇതാണെന്ന് പറയും. അപ്പം അതൊക്കെ, അത് മാനം ഇടിഞ്ഞു പോകാനല്ല, അയാളെ വ്യക്തിഹത്യ നടത്താനല്ല. ഞാൻ കണ്ടത്, അനുഭവിച്ചത് സത്യസന്ധമായിട്ട് പറയുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഞാനത് പറയുന്നത്. അല്ലാതെ അയാളെ ഉപദ്രവിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ല. എൻ്റെ ശരിയായിട്ട് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ ഉപദ്രവിക്കരുത്, ഒരു മനുഷ്യൻ കൊല്ലരുത്, രാജ്യം ഒരാളെ തൂക്കിക്കൊല്ലരുത്. എനിക്ക് ഒരാളെ ശിക്ഷിക്കുന്നത് പോലും ഇഷ്ടമല്ല, രാജ്യം ശിക്ഷിക്കുന്നത് പോലും. തല്ലുന്നതോ ഉരുട്ടുന്നതോ കൊല്ലുന്നതോ ലോകം വരണമോ എന്ന് മാത്രമല്ല, ഒരാളെ ശിക്ഷിക്കരുതെന്ന് പറയുന്ന ഒരു മനസ്സുള്ള മനുഷ്യനാണ് ഞാൻ. അപ്പം ഞാനിപ്പോൾ ഈ ലൈവ് പറയുമ്പോൾ ചിലരൊക്കെ, ഇപ്പം ഞാൻ ഏതൊരു സുഹൃത്തിനെ പറ്റിയും പറയുമ്പോൾ ചിലപ്പോൾ അയാൾ മദ്യപാനിയാണ്, അയാൾ ദരിദ്രനാണ്, ദരിദ്രവാസിയാണ്. ഞാൻ ദരിദ്രവാസി എന്ന് പറയുന്ന അയാളുടെ പുച്ഛം കൊണ്ടല്ല.
അയാൾ പാവപ്പെട്ട ഒരാളാണ് എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ്. അപ്പം ഞാനിനി ലൈവിൽ ആളെ കിട്ടും, ഒരു 10 ആൾ കൂടുതൽ കാണട്ടെ എന്ന് കരുതി എന്നെ ഒരു ദുരുദ്ദേശത്തോടു കൂടി ഒരു കാര്യവും പറയാൻ ശ്രമിക്കുന്നില്ല. ഇതുവരെ പറഞ്ഞിട്ടുമില്ല. പറഞ്ഞതൊക്കെ ഞാൻ പെങ്ങളെ പറ്റി പറഞ്ഞു. പെങ്ങൾ കുറേ ദുഃഖം അനുഭവിച്ചിട്ടുള്ളതാണ്, ഇപ്പോൾ കൊന്ത കെട്ടുന്നതാണ്. അവരുടെ ഗമയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. അവർക്ക് 1 ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. അവരിപ്പോഴും, അതായത് ഇന്നലെ ഞങ്ങൾ പെങ്ങളുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ പ്രധാനമായിട്ടുണ്ടായ വിഷയം സമാധാനം എന്ന വിഷയം എന്താണ്, സന്തോഷം എന്ന വിഷയം എന്താണ്, ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതിനെപ്പറ്റി ഞങ്ങൾ ദീർഘമായ ഒരു സംവാദം നടത്തി. അപ്പോൾ പെങ്ങൾ പറയുന്നത് ദൈവവിശ്വാസികൾക്ക് മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ, ദൈവവിശ്വാസികളല്ലാത്തവർ ഈ ഭൂമിയിൽ വളരെ കുറവാണ്, അവരവരുടെയൊക്കെ ജീവിതം വളരെ നരകമാണ്, സമാധാനമില്ലാത്തതാണ് എന്നാണ് പെങ്ങൾ അവകാശപ്പെടുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എല്ലാവരും ദൈവവിശ്വാസികളാണോ? ഞാൻ ദൈവവിശ്വാസിയല്ല. ഇതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്ത് ദൈവവിശ്വാസികളുണ്ട്. അവരൊക്കെ സമാധാനം ഇല്ലാത്തവരാണോ? അപ്പം ഞാൻ തർക്കിച്ചു, എന്താണ് സമാധാനം, എന്താണ് സന്തോഷം? സന്തോഷം എന്ന് പറയുന്നതാണ് ശരിക്കും ഒരു മനുഷ്യന് ഉണ്ടാകേണ്ടത്. അപ്പോൾ പെങ്ങൾ പറഞ്ഞു, അങ്ങനെ എല്ലാ സമയത്തും എല്ലാ കാലത്തും ജീവിതം മുഴുവൻ സന്തോഷമായി ജീവിച്ച ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ലാന്ന്. അത് ശരിയാണ്, അതെല്ലാവരുടെയും കാര്യം ശരിയാണ്. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ സന്തോഷമല്ല, രാത്രിയിൽ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ദുഃഖമാവും, ചിലപ്പോൾ കൂടുതൽ സന്തോഷമാവും. നാളത്തെ കാര്യം ആലോചിച്ചിട്ട് സന്തോഷം ഉണ്ടാവാം, നാളത്തെ കാര്യം ആലോചിച്ചിട്ട് ദുഃഖം ഉണ്ടാവാം. അപ്പം ഞാനിവിടെ ഞങ്ങൾ തമ്മിൽ നടത്തിയ തർക്കം എന്താണെന്ന് വെച്ചാൽ, സന്തോഷം എന്താണ്, സന്തോഷം എന്താണ്, സമാധാനം എന്താണ്? അപ്പം ഞാൻ അവകാശപ്പെട്ടു, സമാധാനമാണ് മതങ്ങൾ കൊടുക്കുന്നത്. എല്ലാ മതങ്ങളും പറയുന്നത് സമാധാനമാണ്. എന്നിട്ട് ഇവിടെ അനുഭവിക്കുന്നത് എന്താ? ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധം ഗാസ ഇസ്രായേൽ യുദ്ധമാണ്. ആ യുദ്ധത്തിൻ്റെ കാരണം എന്താ? മതമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞ മത. ഞാൻ ഇസ്രായേലിൻ്റെ പക്ഷത്താണെന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും അതിൻ്റെ അടിസ്ഥാന കാരണം മതമാണ്. കുരിശ് യുദ്ധകാലത്ത് എത്രയോ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ചത്തൊടുങ്ങിയിരിക്കുന്നു, അല്ലേ? ഒക്കെ മതമാണ് അതിൻ്റെ കാരണം. എന്നിട്ട് ഇവർ പറയാണ് മതം സമാധാനത്തിൻ്റെതാണ് മതമെന്ന്. മനസ്സിലാക്കുക. അപ്പോൾ പെങ്ങൾ പറയുന്നത് മതവിശ്വാസി അല്ലാത്തവരൊക്കെ പൊട്ടകളാണെന്നാണ് പെങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അവരെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളാത്തവരും ഒറ്റ വാക്കിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ പൊട്ട മനുഷ്യർ, അങ്ങനെ പറയില്ലേ, പൊട്ട മനുഷ്യർ. അപ്പം മതവിശ്വാസികളൊക്കെ പൊട്ട മനുഷ്യരാണെന്നാണ് പെങ്ങൾ പറയുന്നത്. പെങ്ങൾ വലിയ ദൈവവിശ്വാസിയാണ്. നിരാശയുടെ പടുകുഴിയിലാണ് പെങ്ങൾ ജീവിക്കുന്നത് കേട്ടാ. അതായത് ഞാൻ പറയുന്നത് ദുഃഖം മരവിച്ച അവസ്ഥയാണ് സമാധാനം. എൻ്റെ ഭാഷയിൽ അങ്ങനെയാണ് ഞാൻ പറയുക. ദുഃഖം മരവിച്ച അവസ്ഥ. എൻ്റെ പെങ്ങളൊക്കെ അങ്ങനെയാണ്, ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് മകനെ പ്രതി. അപ്പോൾ ദുഃഖം മരവിക്കുന്നൊരവസ്ഥ, മനസ്സിലായോ? അതാണ് ശരിക്കും സമാധാനം എന്ന് പറയുന്നത്. അങ്ങനെ ആ സമാധാനത്തിന് വേണ്ടിയാണ് ആളുകൾ കാലത്ത് പള്ളിയിൽ പോകുന്നത്. അപ്പോൾ പെങ്ങൾ പറയാണ്, പള്ളികളിലൊക്കെ ഇപ്പം നിറച്ച ആളുകളൊക്കെ ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അമ്മയും സപ്പോർട്ട് ചെയ്തു. ആളുകളൊക്കെ ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ശരിയാണ്, പ്രായമായ ആളുകളൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട്. യുവാക്കൾ ആരെയും കണ്ടില്ല, ഞാൻ കാണുന്നില്ല. യുവാക്കളെയൊന്നും ഇപ്പോൾ പള്ളിയിൽ കാണുന്നില്ല. ഈ വേദോപദേശം പഠിക്കുന്ന കൊച്ചു പിള്ളേർ പള്ളിയിൽ പോകുന്നുണ്ടാകാം. അത് ഒരു 15-17 വയസ്സ് വരെയൊക്കെ പള്ളിയിൽ പോകുന്നവരുണ്ടോ, കാരണന്മാരുടെ നിർബന്ധം കൊണ്ട്, കാരണന്മാരെ പേടിച്ച് പോകുന്നുണ്ടാവാം. പക്ഷെ ഇന്ന് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ലോകത്ത് ആകമാനം നോക്കിയാൽ, എനിക്ക് ലോകത്തെക്കുറിച്ച് പറയാനുള്ള ആധികാരികമായ അറിവൊന്നുമില്ല, പക്ഷേ ഞാൻ വിചാരിക്കുകയാണ് ലോകത്ത് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മതത്തിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ മാർപ്പാപ്പ എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും വിലയുണ്ടായിരുന്ന ആളാണ്. ഇന്ന് അയാൾക്ക് എത്ര വിലയുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ലോകത്ത് മതത്തിൻ്റെ സ്ഥാനമൊക്കെ കുറഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം മത തീവ്രതയും അല്ലെങ്കിൽ മതവിശ്വാസവും പള്ളികൾ വളരുന്നതും അതിൽ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ 3 കുർബാന നടത്തുന്നതും ഒക്കെ കേരളത്തിൽ മാത്രമാണ്. ലോകത്തിൽ തന്നെ കേരളത്തിൽ മാത്രമാണ്. ഏറ്റവും അധികം ആളുകൾ പള്ളി പോവുകയും വിശ്വസിക്കുകയും അതിൻ്റെ ആ വിശ്വാസത്തിൽ കൂട്ടായ്മയിൽ സന്തോഷിക്കുകയും ബലപ്പെട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കേരളത്തിൽ മാത്രമാണ്. ലോകത്തിൽ ഇതിനൊന്നും ഇന്ന് വലിയ പ്രസക്തിയൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ കേരളത്തിലും വലിയ തർക്കം നടക്കുകയാണ്. കുർബാന മുമ്പിലോട്ട് വേണോ പിമ്പിലോട്ട് വേണോ, മുമ്പിലോട്ടേക്ക് തിരിഞ്ഞു നിൽക്കണോ? ചിലവർക്കൊക്കെ ഒരു സംശയം, അച്ഛൻ ഇങ്ങനെ കുർബാന ചെല്ലുമ്പോൾ ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാൾ കമൻ്റ് അടിക്കുകയാണോ, അല്ലെങ്കിൽ അയവിറക്കി സ്വയംഭോഗം ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ചിലർക്ക് തോന്നുന്നുണ്ട്.
ചിലർക്ക് തോന്നുന്നുണ്ട്. എനിക്കും അങ്ങനെ ഒരു ചെറിയ സംശയമൊക്കെ ഉണ്ട്. എന്ത്, ഇയാൾ ഈ കുർബാന, അത് കുർബാന ചെല്ലുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല, ബൈഹാർട്ട് അറിയുന്ന കുർബാനയാണ്. അതിങ്ങനെ ഒരു യന്ത്രം പോലെ അവരിങ്ങനെ ചെല്ലുന്നു, അവർ കാസ ഉയർത്തുന്നു, അപ്പം കഴിക്കുന്നു, ഭക്തി കാണിക്കുന്നു, അവരഭിനയിക്കുന്നു. അതിനിടയിൽ അവർ നല്ല സാരി എടുത്ത, നല്ല ബോഡി ഷേപ്പുള്ള, നല്ല നല്ല പെണ്ണുങ്ങളെയൊക്കെ നോക്കി വെക്കുന്നുണ്ടോ, അത് കയവിറക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മനുഷ്യർക്കൊക്കെ വികാരമുണ്ട്. എനിക്കിപ്പോഴാണ് വികാരമൊക്കെ ഇല്ലാണ്ടായത്. ഞാനിപ്പോൾ ഒരു ബ്രഹ്മചാരിയായി ജീവിക്കാം. എനിക്കിപ്പോൾ സെക്സ് വേണ്ട. ഞാൻ അങ്ങനെ ആയിരിക്കുന്നു. എന്താണെന്നറിയില്ല. 500-ലധികം സ്ത്രീകളെ വ്യഭിചരിച്ചിട്ടുള്ള ഞാൻ ഇന്ന് സെക്സ് വേണ്ടാത്തവനായി ചേർന്നിരിക്കുന്നു. ഇന്ന് എനിക്ക് ഈ പെണ്ണുങ്ങളെയൊക്കെ, നല്ല പെൺകുട്ടികളെയൊക്കെ, തലമുലയും തലയൊക്കെയുള്ള പെൺകുട്ടികളെയൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കുകയൊക്കെ ചെയ്യുന്നതല്ലാതെ ഞാൻ അവനെ സ്കാൻ ചെയ്യുന്നൊന്നുമില്ല. കാരണം എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. 61 വയസ്സായിട്ടുള്ളൂ. ഞാൻ ആരോഗ്യവാനാണ്. പക്ഷെ എന്തെന്നറിയില്ല, എൻ്റെ മനസ്സിലിപ്പോൾ സെക്സ് എന്ന് പറയുന്നത് തീരെ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു സെക്സിനും മുതിരുന്നില്ല. ഞാൻ ബ്രഹ്മചാരി. ബ്രഹ്മചാരി എന്നുള്ളതിന് വലിയ അർത്ഥങ്ങളൊക്കെ വേദങ്ങളിലും വേദാന്തങ്ങളിലൊക്കെ കാണും. എൻ്റെ ഭാഷയിൽ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന പോലെ സ്ത്രീ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആള്, അത് ഒഴിഞ്ഞു നിൽക്കുന്ന ആള്, ആ ആളെയാണ് ഞാൻ ബ്രഹ്മചാരി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുക. അങ്ങനെ ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ബ്രഹ്മചാരിയാണ്. ഞാൻ 1 വർഷത്തിലധികമായി ഞാൻ ബ്രഹ്മചാരിയായിട്ട്. എനിക്കിപ്പോൾ സ്ത്രീകളായിട്ടൊന്നും ആഗ്രഹമില്ല. അതെന്താ അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ എന്തോ അങ്ങനെ ആയി. ഞാനിപ്പോൾ അങ്ങനെ, എനിക്ക് പ്രായം കൊണ്ട് അങ്ങനെ ആയതൊന്നുമല്ല. 60 വയസ്സിലൊക്കെ ഇഷ്ടം പോലെ സെക്സ് ചെയ്യാനുള്ള കാലമൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ മനസ്സ് അതിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പണലാഭമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ വ്യഭിചരിക്കാനായിട്ടൊരു പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ ഒരു 2000 രൂപ കൊടുക്കണം. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ സമയം കിട്ടുമ്പോൾ, മകളില്ലാത്ത സമയത്ത്, ആരും ഇല്ലാത്ത സമയത്ത് ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ എൻ്റെ വീട്ടിൽ വ്യഭിചരിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത്ര വലിയ വില കൊടുത്തു കൊണ്ടുവരുന്ന പെണ്ണുങ്ങളല്ല. ഒരു 1500 രൂപ, 2000 രൂപ റേഞ്ചിലുള്ള ആളുകൾ. പിന്നെ എൻ്റെ ചില സുഹൃത്തുക്കളും പെണ്ണുങ്ങളെ കൊണ്ടുവരാറുണ്ട് ഈ വീട്ടിലേക്ക്. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് സെക്സ് ചെയ്യാൻ പറ്റും. പൈസ അവരെടുക്കും, എൻ്റെ വീട് അതിന് ഉപയോഗിക്കും. അങ്ങനെ ഞാൻ ധാരാളം പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്ത് എനിക്ക് വലിയ ഒരു കാലത്തെന്ന് പറഞ്ഞാൽ അടുത്ത കാലം വരെ എനിക്ക് വലിയ ഹരമായിരുന്നു സെക്സ്. ഞാൻ ഒരുപാട് സെക്സ് ചോദിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ, എനിക്ക് 1.5 മണിക്കൂർ വരെ സെക്സ് ചെയ്യാനുള്ള ഒരു അത്ഭുത സിദ്ധി ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഞാൻ. 1.5 മണിക്കൂർ സെക്സ് ചെയ്യാൻ ശേഷിയുള്ള അത്ഭുത സിദ്ധിയുള്ള മനുഷ്യൻ. ഒരു ദിവസത്തിൽ തന്നെ 5 വേശ്യകളുമായി ഞാൻ സെക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹരം പിടിച്ചൊരു കാലമൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ വിട്ടു. എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ല. ഇന്നലെ ഞാൻ പെങ്ങളുടെ അവിടേക്ക് പോയപ്പോൾ ഞാനിങ്ങനെ ഓരോ പെൺകുട്ടികൾ നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞ് നല്ല ഡീസൻ്റായിട്ട്, മുലയൊക്കെ ഇങ്ങനെ മുലക്കച്ചയൊക്കെ നല്ല നല്ല മുലക്കച്ച, ഇവിടെയൊക്കെ ഈ മുലയൊക്കെ ഇത്ര ഭംഗിയിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവുള്ളൂ, ബ്രേസറിൻ്റെ കഴിവാണ്. കാരണം ഞാൻ 100-500 സ്ത്രീകളുടെ മുല കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ എനിക്കറിയാം ഇത് മുല എത്ര ഇടിഞ്ഞതാണ്, അല്ലെങ്കിൽ എത്ര ഷേപ്പുള്ളതാണ്, ഇത് ചിരട്ടമാരി ഇരിക്കുന്നതാണോ എന്നൊക്കെ ഞാൻ നോക്കാറുണ്ട്. എനിക്കറിയാം അതിൻ്റെ അളവും അതിൻ്റെ മുലക്കണ്ണിൻ്റെ വണ്ണവും അല്ലെങ്കിൽ മുലക്കണ്ണിൻ്റെ നിറവും ഇതിനെപ്പറ്റിയൊക്കെ എനിക്കൊരു ധാരണയുണ്ട്, അതിൻ്റെ തടിപ്പ് ഇതൊക്കെ. അപ്പോൾ ഞാൻ വെറുതെ ഇപ്പോഴും ഈ ഞാൻ കൊച്ചു പെൺകുട്ടികൾ, 10-20 വയസ്സുള്ള പെൺകുട്ടികൾ നല്ല സ്കൂട്ടറിൽ നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞ് ഈ മുലക്കച്ചയൊക്കെ നല്ല വില കൂടി. ഇപ്പോൾ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന ബ്രേസിയർ എന്ന് പറഞ്ഞാൽ 500 രൂപയുടെ ബ്രേസിയറൊക്കെ ഉപയോഗിക്കുന്നത്. പണ്ടത്തെ മാതിരി 50 രൂപയുടെ ബ്രേസിയറല്ല ഉപയോഗിക്കുന്നത് കുട്ടികൾ. ആ ബ്രേസിയർ ഇടുമ്പോൾ മുലയൊക്കെ നല്ല ചിരട്ട അമഴ്ത്തിയ മാതിരി ഇരിക്കും, നല്ല വലുപ്പം തോന്നിക്കും. അതിൻ്റെ ഉള്ളിൽ എത്രയുണ്ടെന്ന് അറിയില്ല. ഞാനൊരു തമാശ വിധത്തിൽ പറയാണ്, ഞാനൊരിക്കൽ ഒരു വേശ്യ പെണ്ണിനെ, എനിക്ക് ഈ മുലയുള്ള പെണ്ണുങ്ങളെയൊക്കെ വലിയ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെയാണ്, കുറച്ച് മുലയൊക്കെ വേണം, കുറച്ച് കുണ്ടിയൊക്കെ വേണം, കുറച്ച് ശരീരമൊക്കെ വേണം എന്ന് കരുതിയാൽ എരുമേരെ മാതിരി ആവരുത്. ഇതാണ് എൻ്റെ ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാട്. മുഖത്തിന് ഇത്തിരി ഭംഗി കുറഞ്ഞാലും കുഴപ്പമില്ല, ബോഡി നല്ലതായിരിക്കണം. ഞാൻ പറയാറുണ്ട്, ബോഡിയാണ് നല്ലതായിരിക്കുന്നത്, അത് ശരീരം. കാരണം ശരീരത്തിലാണ് കൂടുതൽ ഭാഗങ്ങൾ. മുഖത്തിരി ഭംഗി കുറഞ്ഞാലും കുഴപ്പമില്ല, ശരീരമൊക്കെ നല്ലതായിരിക്കണം, അവയവങ്ങളൊക്കെ നല്ലതായിരിക്കണം. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കാറ്. മനസ്സിലായ? ഒരു ദിവസം എനിക്കൊരു തമാശ, ഇത് വെറുതെ പറയുന്ന കാര്യങ്ങളാണ്, എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാണ്. ഇതുകൊണ്ട് ദോഷം എന്താണ് ഗുണം എന്താണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഒരിക്കൽ ഞാൻ തൃശ്ശൂർ പാട്രാക്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു വേശ്യ പെണ്ണിനെ കൊടുക്കുന്ന ഏജൻറ്റിനെ അടുത്ത് ചെന്നു. അപ്പോൾ അവിടെ ഒരു കല്യാണ ബ്യൂറോ അതിലിരിക്കുന്ന ഒരു പെണ്ണ്. അപ്പോൾ അവൾ പറഞ്ഞു, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന കല്യാണ ബ്യൂറോയിൽ ഇരിക്കുന്ന പെണ്ണിനെ കിട്ടും, അവൾക്ക് 3000 രൂപ കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു,
അവളെ കണ്ടു. അവൾ കാണാൻ തിരക്കേടില്ല, ചെറുപ്പമാണ്, നല്ല മുലയൊക്കെ വലിയ മുലയൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടമായി, നല്ല നല്ല അടിപൊളി മുലയാണെന്ന് എനിക്ക് തോന്നി, എനിക്കിഷ്ടമായി. അങ്ങനെ ഞാൻ 3000 രൂപ ഏറ്റു. 500 രൂപ ഈ ബ്രോക്കർ കാശ് ഈ പെണ്ണിനും കൊടുക്കണം, ബ്രോക്കർക്ക് കൊടുക്കണം. അങ്ങനെ 3500 രൂപ. ഞാൻ സാധാരണ 3500 രൂപ വേശ്യകൾ എടുക്കാറില്ല, 2000 രൂപ വേശ്യകൾ എടുക്കാറ്. അപ്പോൾ ഇത് ഇത്തിരി തിരക്കേടില്ല, നല്ലതാണ് എന്ന് കരുതി എൻ്റെ കാറിൽ ഞാൻ അവളെ കൊണ്ടുവന്നു, എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു. അപ്പോൾ ഞാൻ പെണ്ണുങ്ങളോട് പറയുന്നൊരു പതിവുണ്ട്, 1 മണിക്കൂർ എൻ്റെ വീട്ടിൽ ചിറ്റണം കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ച് ഇറങ്ങണമെങ്കിൽ 1 മണിക്കൂർ, അതിനുള്ളിൽ ഉള്ള പരിപാടികളൊക്കെയാണ്. 1 മണിക്കൂർ എൻ്റെ വീട്ടിൽ നിങ്ങൾ ചിലവഴിക്കണം. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് 3000 രൂപ തരുന്നത്. മനസ്സിലായോ? സെക്സ് ചെയ്യുന്ന സമയം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഓടി വരുന്ന ഇടപാട് എൻ്റെ അടുത്ത് പറ്റില്ല. എനിക്ക് ചിലപ്പോൾ 1 മണിക്കൂർ ചിലപ്പോൾ സെക്സ് ചെയ്യേണ്ടി വരും, അതിന് നിങ്ങൾ അനുവദിക്കണം. അങ്ങനെയൊക്കെ എൻ്റെ ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് ഈ 3000 കൊടുക്കുന്നത്. വെറുതെ അല്ല എൻ്റെ 3000 രൂപ ഞാൻ ചിലവാക്കുന്നത്. അങ്ങനെ ഞാൻ 3000 രൂപ കൊടുത്ത് കൊണ്ടുവന്നു. അവൾ പെരുമാറ്റമൊക്കെ നല്ലതായിരുന്നു, സഹകരിക്കുകയൊക്കെ ചെയ്തു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ ബ്രേസർ അഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. എന്തുറ്റേ സംഭവം? അതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് വെച്ചിരിക്കുക, ഈ ബ്രേസറിൻ്റെ ഉള്ളിൽ വേറെ സ്പോഞ്ച് വെച്ചിരിക്കുക. അപ്പം ഞാൻ അബദ്ധം പറ്റിയത് മനസ്സിലായ. അപ്പം ഞാനൊരു പെണ്ണിനെ ഏറ്റവും ആദ്യം നോക്കുന്നത് എന്താ, അവളുടെ മുല എങ്ങനെ ഉണ്ടാവും, ഇതാണ് ഞാൻ നോക്കുക. ഒരു വേശ്യ പെണ്ണിൽ നോക്കുമ്പോൾ ഉണങ്ങിയതാണോ, അല്ലെങ്കിൽ ഞാണ്ടതാണോ, അല്ലെങ്കിൽ മുലക്കണ്ണ് വളരെ വണ്ണം കൂടി ഇങ്ങനെ തടിച്ചതാണോ, ചപ്പുമ്പോൾ മുലയൊക്കെ ചപ്പുമ്പോൾ ഇങ്ങനെ ഒരുപാട് മുലക്കണ്ണ് തടിച്ചിരിക്കുന്ന പെണ്ണുങ്ങളെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ മുലയൊക്കെ ചപ്പുന്ന ആളാണ്, യോനി ചപ്പുന്ന ആളാണ്. ഇതൊക്കെ ഞാൻ ചെയ്യും, അതാണ് എൻ്റെ സന്തോഷം, എൻ്റെ സുഖം. മനസ്സിലായോ? അങ്ങനെ അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സെക്സ് എന്ന് പറയുന്നത് ഇതൊന്നും പറയാൻ പാടില്ല, ഇതൊക്കെ രഹസ്യമായിട്ട് ചെയ്യേണ്ടതാണ്. എല്ലാവരുടെ മനസ്സിലും ഈ സെക്സിൻ്റെ വലിയ മോഹങ്ങളുണ്ട്, എല്ലാവരുടെ മനസ്സിലും. കാശുള്ളവർ, വലിയ കോടീശ്വരന്മാർ അതൊക്കെ അനുഭവിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നത്. ലിംഗം ഉണരുന്ന ആളുകൾക്കൊക്കെ മോഹം ഉണ്ടാവും സെക്സ് ചെയ്യണമെന്ന്, അല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഞാനിപ്പോൾ സത്യം പറയാം, എനിക്ക് ലിംഗം ഉണരുന്നില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ. എനിക്ക് ഉണർത്താൻ പറ്റുമെന്ന് ഞാൻ പരീക്ഷിച്ചിട്ടില്ല ഇപ്പം അടുത്ത്. ഞാൻ വേശ്യാകർഷണികളിപ്പോൾ കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ ഒന്നാമത്തെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എനിക്ക് സാഹചര്യം കുറവാണ്, എൻ്റെ മകൾ വീട്ടിലുണ്ട്, അപ്പോൾ അതിന് സാഹചര്യം കുറവാണ്. എൻ്റെ വലിയൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഈ താമസിക്കുന്ന ഹൗസിംഗ് കോളനിയിൽ എല്ലാവർക്കും അറിയാം ഞാൻ പെണ്ണുങ്ങളെ കൊണ്ടിരുന്ന കാര്യം. ഒരു ഘട്ടത്തിൽ ഞാൻ 2 പെണ്ണുങ്ങളാണ് ഇവിടെ വന്നിരുന്നത്. മനസ്സിലായോ? ഇപ്പം ഒരാളും വരുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ അറിയാം, ഇവിടെ 10-12 വീട്ടുകാർക്ക് അറിയാം ഞാനിങ്ങനെ ഈ കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റിലാണെന്നില്ല. പക്ഷെ അവരൊന്നും എന്നെ ഉപദ്രവിക്കില്ല, കാരണം അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മളെ മെക്കെട്ടൊന്നും വരുന്നില്ല എന്ന മനോഭാവത്തിലാണ്. കാരണം ഇവിടെ എല്ലാവരും വലിയ അഹങ്കാരികളും സ്റ്റാൻഡേർഡ് കൂടിയ സ്ഥലമാണ്. ഇതിപ്പോൾ 1,00,000 വീട് പോലുള്ള സ്ഥലത്തിറങ്ങി എനിക്ക് വിവരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ റോഡ് സൈഡ് ആണെങ്കിലും വിവരിക്കാൻ പറ്റില്ല. ആളുകളൊക്കെ എതിർക്കും, കാരണം ആളുകൾക്കൊക്കെ അസൂയാണ്. ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ അവനെ പിടികൂടണം, അവനെ ചോദ്യം ചെയ്യണം, അവനെ പോലീസുകാരിൽ ഏൽപ്പിക്കണം. ഇതാണ് എല്ലാവരുടെയും വിചാരം. എന്താ കാരണം? അവർക്കിത് പറ്റണില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട് റോട്ടിൽ കൂടെ പോണ പെണ്ണിനെ ഒന്ന് കൊണ്ട് എൻ്റെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് ഒരു കലക്ക് കലക്കണമെന്ന്. പക്ഷെ അത് പറ്റണില്ല. അപ്പം അവൻ അസൂയാണ്. മനസ്സിലായോ? അത് ഒക്കെ അവസ്ഥ. അപ്പം ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയും, ഞാൻ ഇപ്പോൾ കോടീശ്വരനാന്ന് പറയുന്നു. സത്യത്തിൽ ആൾക്കാരെ എന്നെ പുച്ഛിക്കും. കാരണം എന്താ? അവൻ അസൂയാണ്, അവൻ്റെ പേരിൽ 1 രൂപ പോലും ബാങ്കിലില്ല. അപ്പം മനുഷ്യർ ഏറ്റവും വലിയ ഇത് അസൂയാണ്. അസൂയാണ് എല്ലാ മനുഷ്യർക്കും, എനിക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്നോട് തന്നെ എൻ്റെ ഉള്ളിലുള്ളത് മറച്ചു വെക്കാതെ ഞാൻ കുറച്ച് സെക്സ് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. കുറച്ച് എൻ്റെ ജീവിതത്തിലെ സെക്സ് പറയുകയാണെങ്കിൽ ഒരു 1000 പേജിൻ്റെ പുസ്തകം എഴുതാനുള്ള അറിവും അനുഭവവും സെക്സിനെ കുറിച്ച് എനിക്കുണ്ട്. ഇനിയിപ്പോൾ സെക്സ് പറഞ്ഞ ആളുകളെ ആകർഷിച്ച് ഞാൻ മിടുക്കനാവാനൊന്നും നോക്കുന്നില്ല. ഇന്ന് വേറെ പറയാനുള്ള വിശേഷങ്ങളില്ലാത്തതുകൊണ്ട്, കാര്യങ്ങൾ ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നപ്പോൾ യാദൃച്ഛികമായി അങ്ങനെ പറഞ്ഞു പോയെന്ന് മാത്രം. എനിക്കിപ്പോൾ അവസാനമായി പറയാനുള്ളത്, സന്തോഷമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിന് ഏതു മാർഗവും സ്വീകരിക്കാം, മറ്റൊരാളെ ഉപദ്രവിക്കാത്ത ഏതു മാർഗവും സ്വീകരിക്കാം. ഇപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുന്നതാണ് എനിക്ക് സന്തോഷം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പാട് കഴിച്ച് ഈ കുണ്ടും കുഴിയുള്ള റോട്ടിൽ കൂടെ എത്ര മണിക്കൂർ വണ്ടി ഓടിച്ച് അതിരപ്പള്ളിയിൽ ചെല്ലുന്നു, എന്നിട്ടൊരു പുക മാതിരി വെള്ളം വരുന്നത് കാണുന്നു, ആ സന്തോഷം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുന്നു, അല്ലേ? ചിലർ ചായ കുടിക്കാൻ വേണ്ടി കുറേ അകലേക്ക് പോകുന്നവരുണ്ട്. നല്ല ചായ കിട്ടും അവിടെ, ഓ ഇന്നൊരു നല്ല ചായ, അത് കുടിക്കാൻ വേണ്ടി 10 കിലോമീറ്റർ അകലേക്ക് പോകുന്ന മനുഷ്യരുണ്ട്. എന്തിനേറെ ചില സിനിമാ നടികൾ നല്ല ചായ കുടിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇംഗ്ലണ്ടിൽ പോകും. അവർക്ക് അത്രയും സ്വന്തം പ്ലെയിനൊക്കെ ഉള്ളവർക്ക് അങ്ങോട്ട് പോക്കൂടെ? അവരങ്ങോട്ട് പോകും. അപ്പോൾ മനുഷ്യർ പലവിധം സന്തോഷിക്കുകയും സുഖിക്കുകയും ചെയ്യുന്നവരാണ്.
മനസ്സിലായോ? അപ്പം ഞാൻ ഇവിടെ എൻ്റെ സെക്സ് ജീവിതത്തിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും വർണ്ണിച്ച് ആളുകളെ ആകർഷിക്കുക എന്നുള്ളതൊന്നും എൻ്റെ ലക്ഷ്യമല്ല. ഞാനിന്ന് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് യാദൃശ്ചികമായി അങ്ങനെ പറഞ്ഞു പോയി. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ഒരു പേപ്പറിൽ നോട്ട് എഴുതിയിട്ട് ഒരു പ്രസംഗം പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്തുന്നത് പോലെ ഒന്നും അല്ല ഇത് പറയുന്നത്. ഇത് എൻ്റെ മനസ്സിൽ തോന്നുന്നു അന്നാന്നത്തെ സന്തോഷം അനുസരിച്ച്, അന്നാന്നത്തെ നിരാശ അനുസരിച്ച്, അന്നാന്നത്തെ ദുഃഖം അനുസരിച്ച് പറയുന്നു. ഇന്ന് ഞാൻ തുടങ്ങി വെച്ച പ്രധാനപ്പെട്ട കാര്യം സെക്സ് പറയാനല്ല, സമാധാനവും സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം പറയാനാണ്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് വലിയൊരു കാര്യം ഒരു വിജ്ഞാനം ഞങ്ങൾ നിങ്ങൾക്ക് പറയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിജ്ഞാനം അല്ലാന്ന് തോന്നാം, വിവരമല്ലാന്ന് തോന്നാം, എങ്കിലും ഞാൻ പറയാണ്, സന്തോഷം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആരുമാകട്ടെ നമ്മൾ വിജയിച്ചു. പള്ളികളിൽ നിന്ന് കിട്ടുന്നത് സമാധാനമാണ്. സമാധാനത്തിന് ഞാൻ കൊടുക്കുന്ന നിർവചനം, ദുഃഖം മരവിച്ചവൻ്റെ മനസ്സാണ് സമാധാനം ആഗ്രഹിക്കുന്നത്. അവൻ ആരുമാകട്ടെ. അവർ ധ്യാനകേന്ദ്രത്തിൽ പോകുന്നുണ്ടോ, അവന് ദുഃഖമുണ്ട്. അവൻ എല്ലാ ദിവസവും പള്ളി പോകുന്നുണ്ടോ, അവന് ദുഃഖമുണ്ട്. അവന് ആ ദുഃഖത്തിൽ നിന്നും സമാധാനം തേടാനാണ് അവൻ പോകുന്നത്. മനസ്സിലാക്കുക. എൻ്റെ പെങ്ങൾ 6 മാസം എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു അത്രേ. ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട് പോകുന്നില്ല. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സണ്ണി, ഇപ്പോൾ വളരെ ദരിദ്രനായി മുഴുകുടിനായി നടക്കുന്ന സണ്ണി, വീട്ടുകാർക്കൊക്കെ വെറുക്കപ്പെട്ട, നാട്ടുകാർക്കും വെറുക്കപ്പെട്ട സണ്ണി കുടികൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പാവം മനുഷ്യനാണ് അയാൾ. ആ മനുഷ്യനും പള്ളിയിൽ സ്ഥിരം പോകുന്നുണ്ടത്രേ. ഞാൻ അന്ന് ചെന്നപ്പോൾ ചോദിച്ചു, എൻ്റെ സണ്ണി, നീ എന്നും പള്ളിയിൽ പോകുന്നു, നിനക്ക് ഈ വാച്ച്മാൻ പണിക്ക് പോകണം, ഭക്ഷണം വയ്ക്കണം, ഇത്ര തിരക്കുകൾക്കിടയിൽ നീ എന്തിനാ എല്ലാ ദിവസവും കാലത്ത് എണീറ്റ് പള്ളിയിൽ പോണേ? അതങ്ങനെ ഒരു ശീലം, അതെനിക്കൊരു സുഖം, അതൊരു സന്തോഷം. അവൻ്റെ ദുഃഖങ്ങൾ അകറ്റാനാണ് പള്ളിയിൽ പോകുന്നത്. അമ്പലത്തിലും ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് ഇവിടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് എന്ന് കരുതി വണങ്ങാനൊന്നുമല്ല, ദൈവം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് എന്ന് കരുതി വണങ്ങാനൊന്നുമല്ല പള്ളിയിൽ അമ്പലത്തിൽ പോകുന്നത്. സമാധാനക്കുറവാണ്. എവിടെ സമാധാനക്കുറവുണ്ടോ അവിടെ മതമുണ്ട്, അവിടെ വിശ്വാസമുണ്ട്, അവിടെ പള്ളിയുണ്ട്, പള്ളി കൂട്ടായ്മയുണ്ട്. ഇതൊക്കെയാണ് ശരി. ഇപ്പോൾ ഫിൻലാൻഡ് എന്ന് പറയുന്ന ഏതോ യൂറോപ്യൻ രാജ്യത്ത്, ഫിൻലാൻഡ് എന്നോ വേറെ ഒരു രാജ്യത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞു, അവിടെ പള്ളിയില്ല, ജയിലില്ല എന്നൊക്കെ പറയണേ. അത് ശരിയായിരിക്കും. അവിടെ പള്ളിയുടെ ആവശ്യം ഉണ്ടാവില്ല. അവരൊക്കെ പ്രബുദ്ധരാണ്. പ്രബുദ്ധരെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നവരായിരിക്കും. അവിടുത്തെ നിയമങ്ങളൊക്കെ അവർക്ക് അനുകൂലമായിരിക്കും. അവരൊക്കെ സമ്പന്നതയിൽ ജീവിക്കുന്നവരായിരിക്കും. ഇപ്പം അമേരിക്കയിലുള്ളവർ അല്ലെങ്കിൽ വലിയ വലിയ വികസിത രാജ്യങ്ങളിലുള്ളവർ ഒക്കെ ഒരു പരിധി വരെ സന്തോഷത്തിൽ ജീവിക്കുന്നവരാണ്. അവരവരുടെ കാര്യം നോക്കി സന്തോഷത്തിൽ ജീവിക്കുന്നു. അവർ അയൽവാസിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആരെയും ഉപദ്രവിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊന്നും ഓണടിക്കുന്ന പണിയില്ല. എന്താ കാരണം? മറ്റൊരുത്തിന് അത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഓണടിക്കലില്ല. ഒന്ന് നോക്കുക. ഉച്ചത്തിൽ സംസാരിക്കില്ല, അയൽക്കാരനത് ബുദ്ധിമുട്ടാണ്, ഉച്ചത്തിൽ സംസാരിക്കില്ല. അപ്പം അത്രയും ഒരു മാന്യതയോടുകൂടിയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുത്തൻ കാറ് മേടിച്ചാൽ ഒരു അസൂയ, ഒരുത്തൻ പെണ്ണ് കൊണ്ടുവന്ന് ഒരു വേശ്യാവൃത്തി ചെയ്താൽ അസൂയ. അപ്പോൾ അവനെ പോലീസിന് പറഞ്ഞു കൊടുക്കണം. ഇന്ന് കാലത്ത് പിന്നെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. ഒരു ജഡ്ജി കുറച്ച് കാലം മുന്നേ നമുക്കൊരു സഹായം ചെയ്തു. ഇങ്ങനെ ആണുങ്ങൾ അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ചോദ്യം ചെയ്യേണ്ട. ഹോട്ടലുകളിലൊക്കെ വേശ്യകളെ കൊണ്ട് പോയി നമുക്ക് അതെന്ന് പറഞ്ഞാൽ, വേശ്യകളെന്ന് പറഞ്ഞാൽ ലൈംഗിക തൊഴിലാളികൾ വിളിച്ചു കൊണ്ടുപോയി, സ്വയം വിളിച്ചുകൊണ്ടുപോയി, ബ്രോക്കർമാർ വഴി വിളിക്കരുന്ന നിയമം, സ്വയം വിളിച്ചുകൊണ്ട് വിഭജിക്കാം, അതിനൊന്നും കേസെടുക്കരുതെന്ന് അങ്ങനെ ഒരു നിയമം വന്നു. അതുകൊണ്ട് ഇപ്പോൾ റെയ്ഡൊന്നുമില്ല. നമുക്ക് ഒരുമാതിരിയൊക്കെ ഹോട്ടലുകളിൽ പെണ്ണുങ്ങളെ കൊണ്ടുപോയി നമുക്ക് വ്യഭിചരിക്കാം, അല്ലെങ്കിൽ സംഭോഗം ചെയ്യാം. വ്യഭിചരിക്കുക എന്നുള്ള വാക്ക് നല്ലതല്ല, അത് പറയേണ്ട ആവശ്യം. സംഭോഗം ചെയ്യാം, ലൈംഗിക സുഖം അനുഭവിക്കാം പെണ്ണുങ്ങളെ കൊണ്ടുപോയി.
അപ്പോൾ ഇന്നിപ്പോൾ അതിനൊക്കെ സ്വാതന്ത്ര്യം നമുക്കായിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്തോ പണ്ട് കാലത്തോ ഒന്നും ഈ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ഒരു പരിധി വരെ അയലക്കാരുടെ വിരോധം നോക്കണ്ട. ഇന്നിപ്പോൾ അയലക്കാരൻ എല്ലാവരും അയലക്കാരൊക്കെ കൂടി ഇവിടെ പറ്റില്ല കേട്ടോ, നിങ്ങളിങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് സൂഹിക്കുന്ന പണി ഇവിടെ പറ്റില്ല എന്ന് അയലക്കാർ പറഞ്ഞ് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് ഇപ്പോൾ പറയാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ എന്താ നടക്കണേ, അവിടെ അയാൾ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ സുഖിക്കണു, ഞങ്ങൾക്കത് സഹിക്കണില്ല എന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പറയും നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട. ഇന്നിപ്പോൾ അങ്ങനെയാണ് മനസ്സിലായോ? അങ്ങനെയാണ് കാലം. അപ്പം പുരോഗമിച്ചിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യ പുരോഗമിച്ചിട്ടുണ്ട്. മനുഷ്യർ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ പഴയ കാലത്തുമാതിരി ഓണടിക്കുന്ന സ്വഭാവം തന്നെ കുറച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ സമയം ഒന്ന് നോക്കട്ടെ, ഒരുപാടായി. ഞാൻ വിചാരിച്ചത് 30 മിനിറ്റ് എന്നാണ് ഈ കഥ പറയാൻ ഉദ്ദേശിച്ചത്. അത് ഇപ്പോൾ 50 മിനിറ്റായി. ഇത് ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ, ഇത് ആർക്കെങ്കിലും ഇവൻ പറയുന്നതൊക്കെ എന്ത് തെമ്മാടിത്തരമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്ക്. എനിക്കിതൊക്കെ പറയാൻ പ്രേരണയാകുന്ന ഒരാൾ ഇപ്പോൾ ഗാന്ധിജിയാണ്, നമ്മുടെ മഹാത്മാഗാന്ധിജി. അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ കാമത്തിൻ്റെ വെറിയെക്കുറിച്ച് അയാൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതെനിക്കൊരു പ്രോത്സാഹനമാണ്. ഞാനിപ്പോൾ കേൾക്കുന്നത് കുക്കു FM-ൽ കൂടെ കേൾക്കുന്നത് ഗാന്ധിജിയുടെ ആത്മകഥയാണ്. അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ പോകുമ്പോഴും ആണ് പ്രധാനമായിട്ട് കേൾക്കുന്നത്. ട്രെഡ്മില്ലറിൽ വ്യായാമം ചെയ്യുമ്പോഴൊക്കെ അത് കേൾക്കും, നടക്കാൻ പോകുമ്പോൾ കേൾക്കും, സൈക്കിളിൽ പോകുമ്പോൾ കേൾക്കും. അതൊക്കെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുകയാണ്, ഒരു ഗാന്ധിജി, ഇത്രയും വലിയ മഹാത്മാഗാന്ധിജി തുറന്നു പറയുന്നു അയാളുടെ കാമവെറിയെക്കുറിച്ച്. അയാൾ ഇംഗ്ലണ്ടിലും ആഫ്രിക്കയിലൊക്കെ വെച്ച് നടന്ന കാമവെറികളെക്കുറിച്ച്. കാമവെറി എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യയായിട്ടുള്ള കാമവെറി ഒക്കെ. അയാൾ എന്താ ഭർത്താവ് അച്ഛൻ മരിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഇങ്ങനെ സംഭവം ചെയ്യുന്നുള്ള വിചാരക്കാരനായിരുന്നു എന്നൊക്കെ അതിൽ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ ഇത്രയേ കാര്യങ്ങൾ പറഞ്ഞു. ഇതുകൊണ്ട് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ക്ഷമ ചോദിക്കുന്നു. എനിക്ക് സത്യം പറയണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അങ്ങനെ ദുഷ്ടനൊന്നുമല്ല, ഞാൻ ശുദ്ധനാണ്. ഞാൻ അവകാശപ്പെടുന്നു ഞാൻ ശുദ്ധനാണ്. ഞാൻ പാപിയല്ല. എനിക്ക് പുണ്യവും വേണ്ട ധർമ്മവും വേണ്ട. ഞാൻ ആരെയും സഹായിച്ച് പുണ്യം നേടുന്ന ആളല്ല. കാരണം എന്താ, ഞാൻ പാപിയല്ല. പാപിയല്ലാത്ത ഞാൻ എന്തിനാ ഇനിയിപ്പോൾ പുണ്യത്തിന് പോണേ? പാപി ചെയ്യുന്നതാണ് പുണ്യം. സമാധാനം എന്ന് പറയുന്നത് എന്തിനാ ആവശ്യം വരുന്നത്? സന്തോഷം മരവിച്ചവനാണ് സമാധാനം ആവശ്യം വരുന്നത്. അപ്പോൾ ഞാൻ എന്താണ് സമാധാനം, എന്താണ് സന്തോഷം എന്നതിനെപ്പറ്റി ചെറിയൊരു വിവരണം തന്നു. എൻ്റെ സെക്സ് ജീവിതത്തിൻ്റെ ഒരു ചെറിയ വിവരണവും ഞാനിവിടെ തന്നു. ഇനി ഇത് ശീലമാക്കുമോ എന്ന് ചോദിച്ചാൽ സെക്സ് വിവരണം എന്നൊന്നും പറഞ്ഞൊന്നും വരില്ല. അത് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ പറയുകയും ചെയ്യും. എനിക്ക് വേറെ ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ പറയും. ഇന്ന് ഇത്രയും പറഞ്ഞു. എൻ്റെ ഈ ഒരു വീഡിയോ ലൈവ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നാളെ കാണുക. എൻ്റെ യൂട്യൂബിൻ്റെ പേര് ബോധി മാർഗം എന്നാണ്. എൻ്റെ ഫേസ്ബുക്ക് ബോധിനി ചെങ്ങാലൂർ എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. ഇന്ന് 50 മിനിറ്റിലേക്ക് എത്തി. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്കിന്ന് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ തുടങ്ങി വെച്ചപ്പോൾ അതിൽ ലയിച്ചു ചേർന്ന് അങ്ങനെ ഇത്ര നേരം സംസാരിച്ചു എന്ന് മാത്രം.